ആ അതെനിക്കറിയില്ലേ. കണ്ടോ കാക്കൂത്തി, ഭർത്താവ് ലോക്കപ്പിൽ കിടക്കുക. അതിന്റെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അവക്ക്? ആരോട് ചിരിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുക. തിരിച്ച് സംസാരിക്കാതെ അവളെ നെഞ്ചത്തടിച്ച് കരയെന്ന് വിചാരിച്ചോ? അരവിന്ദേട്ടനെ ലോക്കപ്പിലാക്കിയത് ഇവളല്ലേ? അവളെ ചവിട്ടി നിലത്തിട്ട് മോന്ത തറയിൽ ഉരയ്ക്കാൻ തോന്നുന്നുണ്ട്. ഇവളെ ഞാൻ അക്കുച്ചേട്ടാ വേണ്ട. ഇവളോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ വിട്ടുകളയാനാണോ? അങ്ങനെയല്ല, ശ്രേയ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. അക്കുച്ചേട്ടൻ പോയിക്കോ, ഞാൻ അവളോട് സംസാരിച്ചിട്ട് വരാം. ശരി. നീ ഒരു മനസാക്ഷി ഇല്ലാത്തവളാന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയ്ക്ക് തരം താണവളാന്ന് ഇപ്പോഴാ മനസ്സിലായത്. നീ എന്നെ പറ്റി പറയുന്നത് പോലെ നിന്നെ കുറിച്ച് എനിക്കും അറിയാം. എന്തറിയാം നിനക്ക്? എടി, എല്ലാ പെണ്ണുങ്ങളും അവരുടെ ആഗ്രഹത്തിനൊത്ത് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ആ കുടുംബത്തെ ചെന്ന് കയറി അവിടെയുള്ള എല്ലാവർക്കും സ്നേഹവും സന്തോഷവും കൊടുത്ത് ജീവിക്കും. എന്ന് നീയോ ഒരു കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ കല്യാണം കഴിച്ചത്? അതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്തോ? എന്നെപ്പറ്റി നിനക്ക് എന്തറിയാം? കല്യാണം നടക്കാൻ വേണ്ടി എന്റെ ബാലമ്മാമനെ ബോധം കെടുത്തി കെട്ടിയിട്ടു. എന്റെ അനിയത്തെ കൊല്ലാൻ നോക്കി. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? എന്നെ കുറിച്ച് എന്തറിയാം നിനക്ക്? പറയടി. അരവിന്ദേട്ടൻ നിന്നെ തൊടാതിരിക്കാൻ ആദ്യ രാത്രിയിൽ കറണ്ട് കട്ടിയിപ്പിച്ചു. അത് കഴിഞ്ഞ് വയറുവേദന. ഇപ്പതേ അരവിന്ദേട്ടനെ ലോക്കപ്പിലാക്കി. ഇതുപോലെ എന്തേലും ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നീ പറഞ്ഞതൊക്കെ ഉണ്ടാവാൻ കാരണം ഞാനല്ല, നീയാ. കൊള്ളാലോ, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നോ? കുറ്റം പറയാതിരിക്കാൻ നീ അത്രയ്ക്ക് നല്ലവളാണോ? അതെ, ഞാൻ നല്ലവളാ. അതിലെന്താ സംശയം? അരവിന്ദ് നിന്റെ കഴുത്തിൽ താലി കെട്ടാത്തതിന്റെ വൈരാഗ്യം കാരണോ നീ എന്നെ അരവിന്ദനെയും ജീവിക്കാൻ അനുവദിക്കാത്തത്. അല്ലാന്ന് പറയാൻ പറ്റുമോ നിനക്ക്? പറ്റും. നീ പറയുന്നതിന് ശരി വെക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ കയ്യിൽ? ഞാൻ ഇത് തിരിച്ച് നിന്നോട് ചോദിക്കാം. നീ പറ, അതൊക്കെ ഞാൻ ചെയ്തതിന് തെളിവുണ്ടോ നിന്റെ കയ്യില്? തെളിവ് എന്തിനാ ശ്രേയ? കള്ളത്തരത്തിനും വിശ്വാസവഞ്ചനയ്ക്കും അധിക നാളൊന്നും ആയുസില്ല. അത് നിന്നെ തന്നെ തിരിച്ചടിക്കും. നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ എന്തൊക്കെ ചെയ്താലും ഒരു നാളത് പിടിക്കപ്പെടും. നീ ചെയ്ത തെറ്റുകൾക്ക് തെളിവുണ്ടാവില്ല, പക്ഷെ ഒരു സാക്ഷിയുണ്ട്. ദൈവം എന്ന സാക്ഷി. നീ ചെയ്യുന്ന തെറ്റുകളെല്ലാം മുകളിലിരുന്ന് ദൈവം കാണുന്നുണ്ട്. അതെ അതെ ചാരു, ദൈവം എല്ലാം കാണുന്നുണ്ട്. അരവിന്ദനെ പോലീസ് കൊണ്ടുപോകുമ്പോ ഞാൻ എത്ര വേദനിച്ചെന്നും ദൈവം കാണുന്നുണ്ടാവും. നീ എന്തിനു വേദനിക്കണം? നിന്റെ അധികാരവും പരിചയമൊക്കെ വെച്ച് അരവിന്ദേട്ടനെ പുറത്തിറക്കാലോ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോണം, അതാണ് എന്റെ പോളിസി. ഞാൻ എത്ര തവണ പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. അത് കേൾക്കാതെ അരവിന്ദ് ജിത്തുമായിട്ട് അടിയുണ്ടാക്കി. ഇവിടുന്നത് സ്റ്റേഷനിലേക്ക് പരാതിയായിട്ട് പോയി. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സമയമാകുമ്പോ എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. നീ പോയി നിന്റെ പണി നോക്കണേ. ശ്രേയ, ഈ വാഗമൺ വിട്ട് പോകുന്നതിന് മുൻപ് അരവിന്ദേട്ടന് നീയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാവണം. അല്ലെങ്കിൽ അരവിന്ദേട്ടൻ നിന്റെ സ്വഭാവം എന്താണെന്നും ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കും. രണ്ടിലൊന്നും നടന്നിരിക്കും ശ്രേയ.